ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം പഠിച്ചു കഴിഞ്ഞു. അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിലെ ഏകദേശം എല്ലാ ക്ലാസ്സുകളും നമ്മൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തിലെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക, അത് കൃത്യമായിട്ട് പഠിക്കുക, ഈ ഒരു പഠിച്ച കാര്യങ്ങൾ കേരള PSCയുടെ ചോദ്യപേപ്പറിൽ കാണുന്ന ചോദ്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പല ആൾക്കാർക്കും ഉള്ളിലുണ്ടാകുന്ന സംശയം ഈ ഒരു വിഷയം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും വരുന്ന ചോദ്യങ്ങളെ 90% ചോദ്യങ്ങളെയും വളരെ ആത്മവിശ്വാസത്തോടെ അറ്റൻഡ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ സ്ട്രാറ്റജി നൽകുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം KS ഇൻസൈറ്റ്സ് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിലേക്കുള്ള സ്ട്രാറ്റജി. അതായത് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മറ്റെല്ലാ വിഷയങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയം പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ KS ഇൻസൈറ്റ്സ് ഒരു 3 പോയിന്റ് സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് 3 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 3 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേജ് അത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേജ് അത് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുകയില്ല. മറിച്ച് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വായിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടുകയില്ല. കാരണം പല ആൾക്കാരും പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം കാണുന്ന സമയത്ത് തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പലതരം ആൾക്കാർ നമുക്ക് ചുറ്റിലുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങളെയെല്ലാം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളെ കൃത്യമായിട്ട് മാർക്കുകളാക്കി മാറ്റാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അത് കൃത്യമായിട്ട് റിവൈസ് ചെയ്യുകയും അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് വരികയുള്ളൂ. അതായത് നമ്മൾ പഠിച്ച കാര്യത്തെ തന്നെ പല തരത്തിൽ തിരിച്ചും മറിച്ചുമൊക്കെ കേരള PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തിരിച്ചും മറിച്ചുമൊക്കെ കേരള PSC ചോദിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് നമ്മൾക്ക് പരിചയമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഓപ്ഷനുകൾ വായിച്ച് സംശയത്തിലഴിഞ്ഞിട്ട് ചോദ്യത്തെ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി നമുക്ക് എങ്ങനെ ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ 90% ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം 37 ക്ലാസ്സുകളാണ് ഈ ഒരു വിഷയത്തിലുള്ളത്. അപ്പം നിങ്ങൾ ഒരു ദിവസം 3 അതിലധികമോ ക്ലാസ്സുകൾ നിർബന്ധമായും കാണുക. അതായത് നമുക്കറിയാം നമ്മുടെ ക്ലാസ്സുകൾ 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് 3 ക്ലാസ്സുകൾ കാണുക എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ സമയം മാത്രമേ ഒരു ദിവസം എടുക്കുകയുള്ളൂ. അപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ക്ലാസ്സുകൾ കാണാം. അങ്ങനെ 3 ക്ലാസ്സുകൾ കാണാം. 37 ക്ലാസ്സുകൾ കവർ ചെയ്യുന്നതിന് ഏകദേശം 12 ദിവസം മാത്രം മതിയാവും. കാരണം അവസാനത്തെ ക്ലാസ്സുകളിൽ ഇടയിൽ 10 മിനിറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം കമ്പൈൻ ചെയ്യുന്ന സമയത്ത് 37 ക്ലാസ്സുകൾ കവർ ചെയ്യുന്നതിന് വെറും 12 ദിവസം മാത്രം മതി. അതായത് ഈ ഒരു വിഷയം പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് 12 ദിവസം മാത്രം മതി. അതായത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സമയം. പക്ഷേ ഇത്തരത്തിൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ നമുക്ക് എക്സാം നടക്കുന്നത് പിന്നീട് എപ്പോഴോ ആണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമ്മൾ എങ്ങനെ ഈ ഒരു ക്ലാസ്സിനെ ഓർത്തെടുക്കാം എന്നുള്ളത് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് കൃത്യമായിട്ട് നോട്ടുകൾ തയ്യാറാക്കിയെടുക്കണം. അതായത് നമ്മുടെ കേരള PSCക്ക് ചോദിക്കുന്ന വിവിധ ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈപ്പ് ചോദ്യത്തിലും പുതുതായിട്ട് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ്റെ ടൈപ്പിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിന് നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ നോട്ടുകൾ തയ്യാറാക്കിയെടുക്കുക. ഇത്തരത്തിൽ നോട്ടുകൾ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾക്കത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന, അതായത് പോയിന്റുകളായ നോട്ടുകളാണ്. കാരണം ഈ ഒരു ക്ലാസ്സുകൾ എപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് പോയിന്റുകളായിട്ട് നോട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ നോട്ടുകൾ നിങ്ങൾക്ക് വായിക്കാം. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ഒരു റിവിഷൻ പ്ലാനും നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം 3 ക്ലാസ്സുകൾ കുറയാതെ കാണുക. അതായത് 3 അതിലധികമോ ക്ലാസ്സുകൾ കാണുക. 1 മണിക്കൂർ ചെലവഴിച്ചാൽ മാത്രം മതി. അപ്പോൾ 1 മണിക്കൂർ ഒരു ദിവസം വെച്ച് നമുക്ക് ആകെ വേണ്ടത് 12 മണിക്കൂറുകൾ മാത്രമാണ്. അതിനുള്ളിൽ നിങ്ങൾക്ക് 37 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അതിനിടയിൽ നിങ്ങൾ നോട്ടുകൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ആദ്യത്തെ 12 ദിവസം ഈ ഒരു ക്ലാസ്സുകൾ പഠിക്കുക, ക്ലാസ്സുകൾ കാണുക, നോട്ടുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് സ്റ്റെപ്പ് 1 ആണ്. ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ വന്നു. അപ്പോൾ എങ്ങനെയാണ്
ഈ ഒരു ക്ലാസ്സുകൾ? അത് നിങ്ങൾക്ക് യൂട്യൂബിൽ KS ഇൻസൈറ്റ്സിന്റെ ചാനലിൽ സൗജന്യമായിട്ട് ലഭ്യമാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ യൂട്യൂബിൽ വന്നിട്ട് KS ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ KS ഇൻസൈറ്റ്സ് മോഡേൺ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ KS ഇൻസൈറ്റ്സിന്റെ ചാനൽ വരും. അതിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. അതിൽ 1, 2, 3 എന്നിങ്ങനെ പറഞ്ഞ് ക്രമത്തിൽ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളുടെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് മുതൽ, അവസാനത്ത് ചില ക്ലാസ്സുകൾ 10 മിനിറ്റ് മുതലുണ്ട്, മാക്സിമം അരമണിക്കൂറാണ് ഒരു ക്ലാസ്സിന്റെ ദൈർഘ്യം. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ 12 ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, ഞാൻ 12 ദിവസം എന്ന് പറയാൻ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കുന്നതിന് ടൈം വേണം, പോയിന്റുകൾ എഴുതിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1, 2, 3 എന്നിങ്ങനെ പറഞ്ഞ് ക്ലാസ്സുകൾ കാണാം, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു പ്രാവശ്യം കാണുന്ന സമയത്ത് എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ വീണ്ടും കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടുകൾ കൃത്യമായിട്ട് എഴുതിയെടുക്കാം. അപ്പം നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പായി 12 ദിവസം കൊണ്ട് നമ്മൾ 37 ക്ലാസ്സുകൾ കണ്ടു തീർക്കുന്നു. നോട്ടുകൾ നമ്മുടെ കയ്യിൽ റെഡിയാണ്. നോട്ടുകൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, പോയിന്റുകളാണ് എഴുതിയെടുക്കുന്നത്. PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857, അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഇന്നയാളാണ്. അപ്പൊ അങ്ങനെ ഓരോ പോയിന്റുകളായിട്ടാണ് നമ്മൾ എഴുതിയെടുക്കേണ്ടത്. അന്നത്തെ പ്രധാനപ്പെട്ട ഈവൻസ് എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്, അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് എടുക്കുക. അടുത്ത ചെയ്യേണ്ടത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ എഴുതിയെടുത്ത നോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറിയിൽ ഈ ഒരു ക്ലാസ്സുകൾ കേട്ടത് മാക്സിമം ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയെ നിൽക്കുകയുള്ളൂ, അതിൻ്റെ അപ്പുറം ഇത് നിൽക്കുകയില്ല. അപ്പൊ നമ്മുടെ എപ്പോഴുള്ള ആ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെ നമ്മൾ മറന്നു പോകുന്നതിന് മുൻപേ വീണ്ടും തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അത് റിവൈസ് എപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ നോട്ടുകൾ ഇപ്പോൾ വളരെ കുറഞ്ഞു, അതായത് ഒരു 4, 5 പേജുകളിലേക്കായിട്ട് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തെ നമുക്ക് ചുരുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു 4, 5 നോട്ടുകൾ പേജുകളിൽ നിന്ന് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഒരു എക്സാമിന് ഈ ഒരു പാറ്റേൺ നിങ്ങളെ പരിചയപ്പെടുന്നതിന് വേണ്ടി അടുത്ത 2 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഉണ്ടാക്കിയ നോട്ടുകൾ ദിവസം 1, 2 മണിക്കൂറുകൾ എടുത്തിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മിനിമം 1, 2 മണിക്കൂറുകൾ എടുത്ത് റിവൈസ് ചെയ്യുക. അപ്പോൾ 2 ദിവസം നിങ്ങൾ റിവൈസ് ചെയ്ത്, നമുക്കറിയാം 12 ദിവസം ക്ലാസ്സുകൾ കേൾക്കാൻ 2 ദിവസം ഫുൾ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിനെ റിവൈസ് ചെയ്യുന്നതിന് വേണ്ടി ഓരോ പോയിന്റുകളും നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഓരോ പോയിന്റുകളും നിങ്ങൾ പഠിച്ചത് ഓർമ്മയിലുണ്ടാവണം, എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. അതിനുശേഷമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് യുവർ നോളജ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതായത് തിരിച്ചു വിളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതിന് ഏറ്റവും നല്ല വഴി പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ KS ഇൻസൈറ്റ്സ് ഓൾറെഡി നമുക്കറിയാം ഒരു മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ട്, അതും സൗജന്യമായിട്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തെ അധികരിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഡിസംബർ 5, 6 തുടങ്ങിയ തീയതികളിലായിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ആ ഒരു ഡേറ്റ് ഞങ്ങൾ ഓൾറെഡി ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട്, അതായത് 12 ദിവസം കൊണ്ട് എല്ലാ ക്ലാസ്സുകളും കാണുക, നോട്ടുകൾ തയ്യാറാക്കുക, അടുത്ത 2 ദിവസം റിവൈസ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡിസംബർ 5, 6 തീയതികളിലാവുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യും. ആ വിവരം നിങ്ങളെ അറിയിക്കും, നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഈ ഒരു 37 ക്ലാസ്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100-ൽ 100 വാങ്ങാൻ പറ്റണം, അല്ലെങ്കിൽ കുറഞ്ഞത് 90-ലധികം മാർക്കുകളെങ്കിലും വാങ്ങാൻ വേണ്ടി പറ്റണം. അപ്പോൾ കേരള PSCയുടെ മാതൃകയിൽ, അതായത് പുതിയ മാതൃക കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് 2 ഭാഗങ്ങളുമുണ്ട്. അതായത് പണ്ടത്തെ കേരള PSCയുടെ ടൈപ്പ് ചോദ്യങ്ങളുമുണ്ട്, പുതിയ ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. അതായത് ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ 100 ചോദ്യങ്ങൾ 75 മിനിറ്റ് 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു നോളജ്, നിങ്ങൾ പഠിച്ചെടുത്ത കഴിവിനെ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ എക്സാം പ്ലാറ്റ്ഫോം നിങ്ങൾക്കറിയാം, exam.ksinsights.in. നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഒരു വിഷയം കവർ ചെയ്യാം, അതായത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പൊ നിലവിലെ ഈ ഒരു എക്സാം അവിടെ ഇല്ല. ഡിസംബർ 5, 6 ശേഷം, അതായത് 2020 ഡിസംബർ 5, 6 ശേഷമാണ് നമ്മളിത് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു പഠിച്ചെടുക്കാനുള്ള സമയവുമുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ 12 ദിവസം 1 മണിക്കൂർ വെച്ച് വിഷയങ്ങളെല്ലാം കവർ ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക, നോട്ടുകൾ തയ്യാറാക്കുക. ഈ നോട്ടുകൾ അടുത്ത 2 ദിവസം കഠിനമായിട്ടിരുന്ന് മനസ്സിലാക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എക്സാം എഴുതുക. ഈ ഒരു എക്സാം ഫുൾ ടൈമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും വന്നെഴുതാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നു, ഈ ഒരു എക്സാം, ഈ ഒരു
പ്രാക്ടീസ്, ഈ ഒരു സീക്വൻസ് നിങ്ങൾ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ഓരോ വിഷയങ്ങളും നിങ്ങൾ ഈ ഒരു രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഈ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു 3-4 പേജ് നോട്ടുകളാണ് പിന്നീട് നിങ്ങൾ എക്സാമിന്റെ തലേ ദിവസവും അതിനു മുന്നേ വായിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇത്രയും വലിയ ഡ്യൂറേഷനിലേക്ക് ഈ ഒരു വിഷയം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എടുത്ത് ഈ ഒരു 4-5 പേജ് നോട്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വഴുതി മാറുകയില്ല. ഓരോ പ്രാവശ്യം വായിക്കും തോറും നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് കൂടുതലായിട്ട് വരും. അപ്പോൾ ഒരു വിഷയം പഠിക്കുന്നതിന് നമ്മൾക്ക് ആകെ വേണ്ടത് ഈ ഒരു 15 ദിവസമാണ്. ഈ ഒരു 15 ദിവസത്തിൽ ആദ്യത്തെ 12 ദിവസം എന്ന് പറയുന്നത് വൺ ടൈമാണ്, ഒരു പ്രാവശ്യമാണ്. പിന്നെ നിങ്ങൾ ഈ 2 ദിവസം റിവൈസ് ചെയ്യാനെടുക്കുന്ന 1-2 മണിക്കൂറുകൾ മാത്രം മതി നമുക്ക് ആ ഒരു വിഷയത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സീക്വൻസ് ഫോളോ ചെയ്ത മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിലെ 90% ചോദ്യങ്ങളെയും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. കാരണം നമ്മൾ എപ്പോഴും പല PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആസ്പിരൻസിന്റെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു പരീക്ഷയുടെ കുറച്ച് നാളുകൾക്ക് മുന്നേ മാത്രമാണ് ഈ ഒരു പഠിക്കാനുള്ള ആവേശം വരുന്നത്. മറിച്ച് അങ്ങനെ ആയിക്കൂടാ. നമ്മൾ എപ്പോഴും റെഡിയായി നിൽക്കണം. PSC പരീക്ഷ എപ്പോഴും വേണം വരട്ടെ, നമ്മൾ റെഡി ആയിരിക്കണം. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു എക്സാമിന്, ഏത് എക്സാം ആയാലും കോൺഫിഡൻ്റ് ആയിട്ട് പോയി എഴുതാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ഈ ഒരു ലെവലിലേക്ക്, അതായത് ക്ലാസ്സുകൾ കേൾക്കുക, അപ്പോഴെ തന്നെ നോട്ടുകൾ ഉണ്ടാക്കുക, അപ്പോഴെ തന്നെ അതിൻ്റെ പഠിച്ച് അത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ഈ ഒരു ക്ലാസ്സുകൾ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് റാങ്ക് ഫയൽ, ഏത് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റാങ്ക് ഫയൽ എടുത്തതിന് ശേഷം അതിൽ വരുന്ന ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട്, അതായത് വരുന്ന കേരള PSC മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഏകദേശം 90% ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം അതിൽ അവർ ഒരുപാട് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. കാരണം ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ വളരെ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആ ഒരു വിട്ടുപോയത് അത് മനഃപൂർവ്വം അല്ല, ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഒഴിച്ച് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങളെയും നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. മറിച്ച് ഞാൻ വിട്ടുപോയതായ ഭാഗം, അതായത് റവല്യൂഷണറി മൂവ്മെന്റ് ഒക്കെ ഞാൻ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഭാഗം എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതുവരെയുള്ള 37 ക്ലാസ്സുകളുടെ ബേസിലുള്ള എക്സാം നിങ്ങൾ തീർച്ചയായിട്ടും എഴുതണം. ഈ ഒരു പാറ്റേൺ, അതായത് നമ്മൾ എപ്പോഴും എക്യുപ്ഡ് ആയിരിക്കണം. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സിസ്റ്റം തന്നെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഡിഫൻസിൽ എപ്പോഴും എക്യുപ്ഡ് ആണ്. എപ്പോഴും ആയുധങ്ങൾ വാങ്ങി, യുദ്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണി വരികയാണെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ റെഡിയാണെന്നുള്ളത്. ആ ഒരു രീതിയിലായിരിക്കണം ഓരോ PSC പരീക്ഷയ്ക്കുള്ള ആസ്പിരന്റ് നിൽക്കേണ്ടത്. ഏത് സമയത്ത് പരീക്ഷ വന്നു കഴിഞ്ഞാലും ഞാൻ ഉത്തരം എഴുതാൻ റെഡിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ ആദ്യത്തെ ഈ ഒരു KS ഇൻസൈറ്റ്സ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കുമായിട്ടുള്ള ഒരു ചാലഞ്ചാണ് നമ്മൾ ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം. അതാണ് നമ്മൾ ആദ്യമായിട്ട് പൂർത്തീകരിച്ചിരിക്കുന്ന വിഷയം. ഈ ഒരു വിഷയത്തിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണം. നമുക്കപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ടിൽ കാണാം എല്ലാവരും 90-ലധികം മാർക്ക് വേണം. നമ്മൾ ആ പറയുന്നത് 90% മാർക്കാണ്. അപ്പോൾ നിങ്ങൾ മിനിമം 90 മാർക്കെങ്കിലും ഈ ഒരു പരീക്ഷയിൽ വാങ്ങിയിരിക്കണം. ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്തിട്ട് എക്സാമിന് വരണം. അപ്പോൾ നിങ്ങളെ എല്ലാവരും എക്സാമിന് ശേഷം ഞാൻ വീണ്ടും വരും ആ ഒരു എക്സാമിന്റെ റിസൾട്ടുമായിട്ട്. അപ്പം നിങ്ങളുടെ റിസൾട്ട് പറയുന്ന സമയത്ത് എനിക്ക് എപ്പോഴും അഭിമാനത്തോടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റണം, ഞങ്ങൾ സെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ഇത്ര ശതമാനം ആൾക്കാർ 90% മേലെ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക എന്ന വിശ്വാസത്തോടെ ഞാൻ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യണം. സ്ട്രാറ്റജി ഫോളോ ചെയ്ത് നിങ്ങൾ ആ എക്സാം എഴുതണം. ഞങ്ങൾ ഇത്രയും എഫേർട്ട് ഇട്ട് തയ്യാറാക്കുന്ന ഈ എക്സാം നിങ്ങൾ എഴുതി ഞങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.